ചിന്നോ ഒരു കടം ബാക്കി നിൽക്കുന്നുണ്ട് ഓർമ്മ ഉണ്ട് അത് ഏതാണ്? അതെ ഗൈസ്, അന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ച ലോഡർ ഫ്രൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണോ ഹോം മെയ്ഡ് ലോഡർ ഫ്രൈസ് എന്താണെന്ന് നമുക്കറിയില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം വരാം. വായോ, നമുക്ക് നോക്കാം എന്താവുന്നു കേട്ടോ. ലോഡർ ഫ്രൈസിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ നമ്മളിവിടെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, ചിക്കൻ മസാല പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചതച്ച മുളക്, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, ഒരു മുട്ട, ഇത്തിരി കോൺഫ്ലവർ പൊടി ചേർത്ത് നമുക്കിത് നന്നായി മിക്സാക്കാം. മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധം നന്നായി മിക്സാക്കണം. ശേഷം നമ്മളിത് റെസ്റ്റിന് വെക്കാം. ചിന്നോ ഇതുവല്ല നടക്കോ? ഇതുണ്ടാക്കി കഴിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അന്നത്തെ പോലെ വഴിമളിക്കൊണ്ടി വരും. നോക്കാം. ഇക്ക അവിടെ മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിലോട്ട് പോവാം. ഉരുളക്കിഴങ്ങ് ഇവിടെ സ്ലൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാം. തിളച്ച ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഈ സ്ലൈസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കോൺഫ്ലവർ പൊടി ചേർത്ത് നമുക്കിത് നന്നായി മിക്സാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. ചട്ടി ചൂടായി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇതാ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മയോണൈസിലോട്ട് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മയോണൈസ് റെസിപ്പി അല്ല ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് മുട്ട ഫ്രൈ ചെയ്തിട്ടുള്ള മയോണൈസാണ് ഉണ്ടാക്കുന്നത്. മുട്ട ചെറുതായി കുക്ക് ചെയ്ത ശേഷം നമ്മൾ മയോണൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി, ആവശ്യത്തിന് ഓയിൽ, മുട്ട, ചതച്ച മുളക്, പുളിയില്ലാത്ത ഇത്തിരി തൈരും ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മയോണൈസാണ് ഇന്നത്തെ മയോണൈസ്. റെസ്റ്റിന് വെച്ച ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നായി ഇട്ട് കൊടുക്കുകയാണ്. എന്താണ് ന്യൂസ്? മീറ്റിങ്ങിലാണോ? ഇക്ക കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ലോഡർ ഫ്രൈസ് കഴിക്കാനായി. ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചിക്കൻ്റെ ലുക്ക്. അപ്പോൾ നമ്മളുടെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോഡർ ഫ്രൈസ് ലുക്ക് ആക്കണം. ഫൈനലി നമ്മുടെ ലോഡർ ഫ്രൈസിൻ്റെ ലുക്ക് ഇതാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മളിവിടെ സിമ്പിളായിട്ടുള്ള ഒരു ലോഡർ ഫ്രൈസ് ആണ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഇക്കാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ ലോഡർ ഫ്രൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇക്കാനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. കഴിച്ചോളൂ. സെറ്റാണോ? കറക്റ്റ് സോസിൻ്റെയും മയോണൈസിൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടുന്നുണ്ട്, ചീസിൻ്റെ ഒക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ലോഡർ ഫ്രൈസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണാം. ബൈ.